ഹായ് ഫ്രണ്ട്സ്, തോമസ് ഇന്ന് തോമസിൻ്റെ ഒരു അങ്കിളിൻ്റെ വീട് വെഞ്ചരിപ്പിന് കോട്ടയത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ പോകുന്ന ശബരി എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യം രാവിലെ 10 മണിക്ക് പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേർന്ന ശബരി എക്സ്പ്രസ് ആകാംക്ഷഭരിതനായി തോമസ് ഇരിക്കുകയാണ്. ട്രെയിൻ എത്ര വേഗതയിൽ പോകുമെന്നറിയാൻ തോമസിന് വളരെ ആകാംക്ഷയുണ്ട്. തോമസ് GPS സ്പീഡോമീറ്റർ ഗൂഗിൾ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ട്രെയിനിൻ്റെ സ്പീഡ് അളന്നുകൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് 160 പോകുമ്പോൾ ശബരി എക്സ്പ്രസ് എത്ര വേഗത കൈവരിക്കുമെന്നറിയാൻ ആൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. 96 കിലോമീറ്റർ വേഗതയിലാണ് ശബരി എക്സ്പ്രസ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. 100 കടക്കുമോ അതോ 160 എത്തിച്ചേരുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് മിസ്റ്റർ തോമസ്. ട്രെയിൻ പാലക്കാടിൻ്റെ നെല്ലറകളെ ഭേദിച്ചുകൊണ്ട് കോട്ടയം അക്ഷരനഗരിയായ കോട്ടയത്തെ ഭേദിച്ചേക്ക് യാത്രാക്കുതിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. 100, 110, 115 വേഗത കൈവരിച്ച് ശബരി എക്സ്പ്രസ് പാലക്കാടിൻ്റെ ഹൃദയങ്ങളെ ഭേദിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യാത്രയിലുടനീളം ഹൃദയഭേരിയായ മാനസികോല്ലാസമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. വേനൽ മഴയിൽ തണുത്തെടുത്ത സമയമായതിനാൽ വളരെ സുഖകരമായ ഒരു യാത്രാനുഭൂതിയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. കോട്ടയത്ത് ഏകദേശം 2 മണിയോടെ എത്തിച്ചേർന്നു. തിരിച്ച് യാത്ര രാത്രിയിൽ ഗരീബ് രഥ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലായിരുന്നു. എല്ലാവരും ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പിനായതിനാൽ തോമസ് തൻ്റെ ബെഡ് മേക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. തോമസ് 8 മണിയോടെ 8:30 ബെഡ് മേക്ക് ചെയ്ത് ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഏകദേശം 12 മണിയോടുകൂടി ഞങ്ങൾ